നിങ്ങളിപ്പോ ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കുകയാണെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതെ, ഈ വിഷയത്തിന് പറ്റിയ നല്ലൊരു ഉദാഹരണമാണത്. അല്ലേ? അതായത് കുക്കറിന്റെ ഉള്ളിൽ പലതരം ചേരുവകളുണ്ട്, താഴെ നിന്ന് നല്ല തീയും കൊടുക്കുന്നുണ്ട്. നമ്മൾ പുറമേന്ന് നോക്കുമ്പോ എല്ലാം ശാന്തമാണെന്ന് തോന്നും, പക്ഷെ ഉള്ളിൽ മർദ്ദം ഇങ്ങനെ പതുക്കെ കൂടി വരികയാണ്. ശരിയാണ്. ആവി പുറത്തു പോകാനുള്ള വാൽവ് കൂടി അടച്ചുവെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാമല്ലോ. തീർച്ചയായും. പെട്ടെന്നൊരു നിമിഷം ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വലിയൊരു പൊട്ടിത്തെറിയോടെ അതെല്ലാം പുറത്തേക്ക് വരും. എന്താ പറയാ, ലോകചരിത്രത്തിലെ പല വലിയ രാഷ്ട്രീയ മാറ്റങ്ങളും കൃത്യമായി ഈ പ്രഷർ കുക്കർ പോലെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതെ അതെ. അപ്പോ നമ്മുടെ ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലഭ്യമായ ചില ചരിത്രരേഖകളിലൂടെ ഒന്ന് പരതി നോക്കാൻ പോവുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ പൊട്ടിത്തെറികളിൽ ഒന്നായ 1765നും 1783നും ഇടയിൽ നടന്ന അമേരിക്കൻ വിപ്ലവത്തിലേക്ക്. ഈ രേഖകളിലൂടെ കടന്നുപോകുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഇതൊരു സുപ്രഭാതത്തിൽ അമേരിക്കക്കാർ ആയുധമെടുത്തിറങ്ങിയ ഒരു യുദ്ധമായിരുന്നില്ല. അപ്പൊ ഈ കുക്കർ തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതെ, ദശാബ്ദങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു അവസ്ഥയുടെ സ്വാഭാവികമായ പൊട്ടിത്തെറിയായിരുന്നു അത്. ഇപ്പോ വെറുമൊരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം എന്നതിലുപരി വടക്കേ അമേരിക്കയിലെ പരസ്പരം ബന്ധമില്ലാതെ കടന്നിരുന്ന 13 ബ്രിട്ടീഷ് കോളനികൾ എങ്ങനെ ഒന്നിച്ചു ചേർന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ അമേരിക്കൻ ഐക്യനാടുകളായി അവർ മാറിയതിന്റെയും ആധുനിക ജനാധിപത്യം എന്ന ആശയം എങ്ങനെ പ്രായോഗികമായി രൂപപ്പെട്ടു എന്നതിന്റെയും കഥ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. എന്തിനാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം സാധാരണക്കാർ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിനെതിരെ തിരിഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ വിപ്ലവം തുടങ്ങുന്നതിന് മുൻപ് അവിടുത്തെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് നമ്മൾ നോക്കണം. നിന്ന് കുടിയേറിയവരാണ് അവർ എന്നാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് മാത്രമല്ല, ഫ്രാൻസ്, സ്പെയിൻ, നെതർലാൻഡ്സ് എന്നിങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും വന്നവർ അവിടെയുണ്ടായിരുന്നു. അതായത് യൂറോപ്പിലെ മതപരമായ യാഥാസ്ഥിതികത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന വിമതർ, തൊഴിലില്ലാത്തവർ, ഭൂമിയില്ലാത്ത കർഷകർ, പിന്നെ ഭരണകൂടം നാടുകടത്തിയ കുറ്റവാളികൾ, ഇവനൊക്കെ അടങ്ങിയ ഒരു സമ്മിശ്ര സമൂഹമായിരുന്നു അത്. ഓഹോ, അപ്പോ അവിടെ എത്തിയവർക്ക് സ്വന്തം മാതൃരാജ്യത്തോട് വലിയ പ്രതിബദ്ധയൊന്നും കാണില്ലല്ലോ? ഒട്ടുമില്ലായിരുന്നു. സ്വന്തം മാതൃരാജ്യത്തോട് അവർക്ക് വലിയ സ്നേഹമോ മമതയോ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയൊരു ജീവിതം തേടിപ്പോരവരാണവർ. അവിടെ എത്തിയതിനു ശേഷം അവർ സ്വന്തമായി പണിയെടുത്ത് പുതിയൊരു ജീവിതം പടുത്തുയർത്തി. കമ്പിളി, തുകൽ വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണം, മത്സ്യബന്ധനം ഒക്കെ അവർ തുടങ്ങി. പിന്നെ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന അടിമകളെ ഉപയോഗിച്ചുള്ള വലിയ തോട്ടം കൃഷിയും ഉണ്ടായിരുന്നു അല്ലേ? അതെ, അതേ ഉണ്ടായിരുന്നു. പക്ഷെ യൂറോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതൽ മതസഹിഷ്ണുതയോടെയാണ് അവിടെ വ്യത്യസ്ത വിഭാഗങ്ങൾ കഴിഞ്ഞിരുന്നത്. ഇത് വായിച്ചപ്പോ എനിക്കൊരു കാര്യം തോന്നി. ഇപ്പോ സ്വന്തമായി അധ്വാനിച്ച് നല്ലൊരു ശമ്പളം വാങ്ങുന്ന ഒരു യുവാവിനെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ യുവാവിന് നല്ല വരുമാനമുണ്ട്. പക്ഷേ അയാളുടെ ബാങ്ക് അക്കൗണ്ടും ATM കാർഡും പാസ്വേഡുമെല്ലാം നാട്ടിലുള്ള വീട്ടുകാരുടെ കയ്യിലാണ്. ഭയങ്കര കഷ്ടമാണല്ലോ അത്. അതെ, അയാൾക്ക് സ്വന്തമായി ഒരു രൂപ പോലും ചെലവാക്കാൻ അധികാരമില്ല. ഏതാണ്ട് ഇത് തന്നെയാണ് ബ്രിട്ടൻ അമേരിക്കൻ കോളനികളോട് ചെയ്തത്. 1651 നാവിഗേഷൻ ആക്ട്, പിന്നെ 1663 സ്റ്റേപ്പിൾ ആക്ട് തുടങ്ങിയവയിലൂടെ കോളനികളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു മേൽ ബ്രിട്ടൻ വലിയൊരു പൂട്ടാണിട്ടത്. അതായത് വാണിജ്യവാദം അഥവാ മെർക്കന്റിലിസം എന്ന് വിളിക്കുന്ന പരിപാടി. അതെ, അമേരിക്കയിലുണ്ടാക്കുന്ന പഞ്ചസാര, പുകയില, പരുത്തി തുടങ്ങിയവ ലോകത്ത് മറ്റാർക്കും വിൽക്കാൻ പാടില്ല. ബ്രിട്ടന് മാത്രമേ വിൽക്കാവൂ. അതുപോലെ യൂറോപ്പിൽ നിന്ന് എന്ത് സാധനം അമേരിക്കയിലേക്ക് വരണമെങ്കിലും അത് ഇംഗ്ലീഷ് തുറമുഖങ്ങൾ വഴി നികുതി അടച്ചു മാത്രമേ വരാവൂ. ഇതൊരു വല്ലാത്ത അനീതിയാണ് ശരിക്കും. ഈ മെർക്കന്റിലിസം പ്രവർത്തിച്ചിരുന്ന രീതി വളരെ ലളിതമായിരുന്നു. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ കോളനികൾ വെറും അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഇടം മാത്രമായിരുന്നു. അവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെയുള്ള ഫാക്ടറികളിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ തിരികെ ഉയർന്ന വിലയ്ക്ക് കോളനികളിൽ തന്നെ കൊണ്ടുവന്ന് വിൽക്കും. പക്കാ ബിസിനസ്. അപ്പൊ അമേരിക്കക്കാർക്ക് ഇതിൽ ചോദിക്കാനും പറയാനും അവകാശമൊന്നുമില്ലായിരുന്നോ? അമേരിക്കയിൽ അന്ന് പ്രാദേശിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വോട്ടവകാശമുള്ള പ്രാദേശിക അസംബ്ലികളുണ്ടായിരുന്നു. പക്ഷേ എല്ലാ വാണിജ്യ നിയമങ്ങളും നികുതികളും തീരുമാനിച്ചിരുന്നത് ബ്രിട്ടീഷ് പാർലമെന്റായിരുന്നു. ഇവർക്ക് ഈ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു പ്രതിനിധി പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം.
അപ്പോൾ ഉള്ളിൽ വലിയൊരു അസംതൃപ്തിയോടെ പോയിരുന്ന് ഈ ചൂഷണം പെട്ടെന്നൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് മാറാൻ കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു യുദ്ധമാണ്. 7 വർഷത്തെ യുദ്ധം അഥവാ 7 Years War. അതെ, ഇതിന്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ അങ്ങ് യൂറോപ്പിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ തുടങ്ങിയ യുദ്ധം അവസാനിച്ചത് ഇന്ത്യയിലെ കർണാടിക് യുദ്ധങ്ങളിൽ വരെ എത്തി. അതെ, അതൊരു ആഗോള യുദ്ധം തന്നെയായിരുന്നു. 1756 മുതൽ 1763 വരെ നീണ്ടുനിന്ന ഈ വലിയ സംഘർഷം അവസാനിക്കുന്നത് 1763-ലെ പാരീസ് ഉടമ്പടിയിലൂടെയാണ്. അതോടെ അമേരിക്കയിലെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കാനഡ ഉൾപ്പെടെയുള്ള വലിയൊരു ഭാഗം ബ്രിട്ടൻ സ്വന്തമാക്കി. അപ്പൊ ബ്രിട്ടൻ ജയിച്ചല്ലോ, പിന്നെന്താ പ്രശ്നം? ജയിച്ചെങ്കിലും വലിയൊരു സൈന്യത്തെ തീറ്റിപ്പോറ്റിയ ബ്രിട്ടൻ സാമ്പത്തികമായി പാപ്പരായിരുന്നു. ഈ കോളനികളെ ഫ്രഞ്ചുകാരിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഇത്രയും വലിയൊരു യുദ്ധം ചെയ്തത്. അതിനാൽ ആ യുദ്ധത്തിന്റെ ചെലവ് കോളനികളിൽ നിന്ന് തന്നെ നികുതിയായി ഈടാക്കാം എന്നതായിരുന്നു ബ്രിട്ടന്റെ യുക്തി. ഒറ്റനോട്ടത്തിൽ ആ വാദത്തിൽ ഒരു ന്യായമില്ലേന്ന് നമുക്ക് തോന്നും. നമ്മളെ സംരക്ഷിക്കാൻ വന്നവരല്ലേ എന്ന് കോളനികൾക്കും ചിന്തിക്കാമല്ലോ. പക്ഷേ രേഖകളിലെ 1763-ലെ ബ്രിട്ടീഷ് വിളംബരം അഥവാ പ്രൊക്ലേമേഷൻ ഓഫ് 1763 കൂടി ഞാൻ നോക്കിയപ്പോഴാണ് ഇതിലെ പ്രധാന പ്രശ്നം മനസ്സിലായത്. എന്തായിരുന്നു അത്? ഫ്രഞ്ചുകാരെ തോൽപ്പിച്ച് നേടിയ പുതിയ ഭൂമിയിലേക്ക്, അതായത് പടിഞ്ഞാറൻ അപ്പല്ലേച്ചിയൻ പർവ്വതനിരകൾക്കപ്പുറത്തേക്ക് കോളനികൾ വികസിപ്പിക്കുന്നത് ബ്രിട്ടൻ കർശനമായി തടഞ്ഞു. ഓ, തദ്ദേശീയരായ റെഡ് ഇന്ത്യൻസിന്റെ ആക്രമണം തടയാനെന്ന പേരിലായിരുന്നു അത്. അതെ, പുതിയ ഭൂമി തേടി പോകാൻ ആഗ്രഹിച്ച അമേരിക്കക്കാർക്ക് ഇതൊരു വലിയ തിരിച്ചടിയായി. യുദ്ധം ചെയ്ത് ഭൂമി നേടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. മാത്രമല്ല, ഈ 7 വർഷത്തെ യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ നേരിടാൻ ബ്രിട്ടീഷ് സൈന്യത്തോടൊപ്പം അമേരിക്കക്കാരും യുദ്ധം ചെയ്തിരുന്നു. കൊളോണിയൽ ശക്തികളെ യുദ്ധക്കളത്തിൽ നേരിടാൻ തങ്ങൾക്കും കഴിയുമെന്നൊരു വലിയ ആത്മവിശ്വാസം അവർക്ക് യുദ്ധത്തിലൂടെ കിട്ടി. അവർ തങ്ങളുടെ ശക്തി ശരിക്കും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. ഇതിനുശേഷമാണ് ഈ പറഞ്ഞ യുദ്ധക്കടങ്ങൾ തീർക്കാൻ ബ്രിട്ടൻ പുതിയ കരിനിയമങ്ങളുടെ ഒരു പരമ്പര തന്നെ അവിടെ കൊണ്ടുവരുന്നത്. നികുതികളുടെ ഘോഷയാത്ര. അതെ, 1764-ലെ കറൻസി ആക്ട് പ്രകാരം കോളനികളിലെ പേപ്പർ കറൻസി അപ്പാടെ നിരോധിച്ചു. കടങ്ങളെല്ലാം സ്വർണവും വെള്ളിയുമായി മാത്രമേ അടയ്ക്കാവൂ എന്ന് വന്നു. കോളനികളിലെ സാധാരണക്കാർക്ക് സ്വർണവും വെള്ളിയും കൊടുത്ത് നികുതി അടയ്ക്കുക എന്നത് അസാധ്യമായിരുന്നു. പിന്നെ ഷുഗർ ആക്ടും വന്നില്ലേ? ആ ഷുഗർ ആക്ട് വഴി കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകി. അവർക്ക് ആരുടെ കപ്പലിലും എപ്പോ വേണമെങ്കിലും കയറി പരിശോധന നടത്താമെന്ന അവസ്ഥ വന്നു. ഇതൊക്കെ പോരാഞ്ഞിട്ടാണ് ഏറ്റവും വിനാശകരമായ 1765-ലെ സ്റ്റാമ്പ് ആക്ട് വരുന്നത്. കോളനികൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച ആദ്യത്തെ നേരിട്ടുള്ള നികുതി. എല്ലാ നിയമപരമായ രേഖകൾക്കും പത്രങ്ങൾക്കും കരാറുകൾക്കും നിർബന്ധമായും ടാക്സ് അടച്ച സ്റ്റാമ്പ് പതിപ്പിക്കണം. ഇത് ബ്രിട്ടൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു എന്ന് ഞാൻ പറയും. എന്തുകൊണ്ട്? കാരണം ഇപ്പൊ ഈ നിയമം ഏറ്റവും കൂടുതൽ ബാധിച്ചത് സമൂഹത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 2 കൂട്ടരെയാണ്: വക്കീലന്മാരെയും പത്രക്കാരെയും. ജനങ്ങളെ എളുപ്പം സ്വാധീനിക്കാൻ കഴിവുള്ള ഈ 2 കൂട്ടരെയും ഒറ്റയടിക്ക് ശത്രുക്കളാക്കാൻ മാത്രം വിഡ്ഢികളായിരുന്നു ബ്രിട്ടനെന്ന്. ശരിയാണ്. നിയമപരമായ ഒരു കരാർ എഴുതണമെങ്കിലും ജനങ്ങളെ അറിയിക്കാൻ ഒരു പത്രം അച്ചടിക്കണമെങ്കിലും ബ്രിട്ടന് പണം കൊടുക്കണം എന്ന അവസ്ഥ വന്നപ്പോൾ ഈ ബുദ്ധിജീവി വർഗം ജനങ്ങളെ സംഘടിപ്പിക്കാനും ബോധവൽക്കരിക്കാനും തുടങ്ങി. ടൗൺഷെൻഡ് ആക്ടുകൾ പോലുള്ളവ ഇതിന്റെ തുടർച്ചയായി വന്നു. അതായത് ദൈനംദിന സാധനങ്ങൾക്കുമേലുള്ള നികുതി. അതെ, പുറത്തുനിന്ന് കോളനികളിലേക്ക് വരുന്ന ഗ്ലാസ്, ലെഡ്, പെയിന്റ്, കടലാസ്, ചായ തുടങ്ങിയ സാധനങ്ങൾക്ക് മേൽ കൂടുതൽ നികുതി ചുമത്തി. ഇത് അസംതൃപ്തി പിന്നെയും വർദ്ധിപ്പിക്കാനേ ഉപകരിച്ചുള്ളൂ. ഇതൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണെങ്കിൽ എനിക്ക് രേഖകളിൽ നിന്ന് വായിച്ചപ്പോൾ ഏറ്റവും വിചിത്രമായി തോന്നിയത് 1765-ലെ ക്വാർട്ടറിംഗ് ആക്ടാണ്. നിങ്ങളിതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വേറൊരു രാജ്യത്തു നിന്നെത്തിയ ഒരു കൂട്ടം പട്ടാളക്കാർ വരുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള പൂർണ്ണമായ കടന്നുകയറ്റമാണ്. ഒരു തോക്ക് എപ്പോഴും നമ്മുടെ തലയ്ക്ക് നേരെ ചൂണ്ടിയിരിക്കുന്ന പോലെയുള്ളൊരു ഫീൽ. ഈ നിയമങ്ങളെല്ലാം കൂടി ജനങ്ങളുടെ ക്ഷമ നശിപ്പിച്ചു. അവിടെയാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അഥവാ നോ ടാക്സേഷൻ വിത്തൌട്ട് റെപ്രസെന്റേഷൻ എന്ന മുദ്രാവാക്യം ഒരു കാട്ടുതീ പോലെ അമേരിക്ക മുഴുവൻ പടരുന്നത്. ഭയങ്കര പവർഫുള്ളായ ഒരു മുദ്രാവാക്യമാണത്. അതെ, തങ്ങളെ പ്രതിനിധീകരിക്കാൻ ആരുമില്ലാത്ത ലണ്ടനിലെ ഒരു പാർലമെന്റ്
എന്തിനാണ് തങ്ങളുടെ മേൽ ഈ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് എന്നവർ പരസ്യമായി ചോദിച്ചു തുടങ്ങി. ഇത് കേവലം നികുതി കുറയ്ക്കാനുള്ള ഒരു പ്രശ്നം എന്നതിലുപരി മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനമായി അമേരിക്കക്കാർ കണ്ടു. തങ്ങളുടെ സമ്മതമില്ലാതെ ഈ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ധാർഷ്ട്യത്തിനെതിരെയുള്ള ആദ്യത്തെ പ്രതിരോധമായിരുന്നു അത്. ഈ നിയമങ്ങൾ കർശനമായപ്പോൾ ജനങ്ങൾ അത് വെറുതെ നോക്കി നിന്നില്ല. അവർ സംഘടിക്കാൻ തുടങ്ങി. സാമുവൽ ആഡംസും ജോൺ ഹാൻകോക്കും ചേർന്ന് 1765 ബോസ്റ്റണിൽ സൺസ് ഓഫ് ലിബർട്ടി, പിന്നെ ഡോട്ടേഴ്സ് ഓഫ് ലിബർട്ടി എന്നീ രഹസ്യ സംഘടനകൾ രൂപീകരിച്ചു. ഇതിന്റെ പ്രവർത്തന രീതി ഭയങ്കര രസകരമാണ്. വെറുതെ പ്ലക്കാർഡും പിടിച്ചു തെരുവിലിറങ്ങിയായിരുന്നില്ല അവർ ചെയ്തത്. അവർ സാമ്പത്തികമായിട്ടാണ് തിരിച്ചടിച്ചത്. അതെ, അവർ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിച്ചു. ഇതിൽ ഡോട്ടേഴ്സ് ഓഫ് ലിബർട്ടി, അതായത് സ്ത്രീകളുടെ പങ്ക് വളരെ വലുതായിരുന്നു. അവർ സ്വന്തമായി വസ്ത്രങ്ങൾ നെയ്തും ബ്രിട്ടനിൽ നിന്നു വരുന്ന ചായയ്ക്ക് പകരം സ്വന്തമായി പാനീയങ്ങൾ ഉണ്ടാക്കിയും ശക്തമായ സാമ്പത്തിക ഉപരോധം തീർത്തു. ജനങ്ങൾ ഒറ്റക്കെട്ടായി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വാങ്ങാതായപ്പോൾ ബ്രിട്ടൻ അത് വലിയ അടിയായി മാറി. ഈ ബഹിഷ്കരണം ബ്രിട്ടീഷ് വ്യാപാരികളെ വലിയ രീതിയിൽ ബാധിച്ചു. ഒടുവിൽ ബ്രിട്ടന് സ്റ്റാമ്പ് ആക്ട് പിൻവലിക്കേണ്ടി വന്നു. പക്ഷേ ജനങ്ങൾക്കും സൈന്യത്തിനും ഇടയിലുള്ള സംഘർഷം കുറഞ്ഞില്ല. 1770 നടന്ന ബോസ്റ്റൺ കൂട്ടക്കൊല അഥവാ ബോസ്റ്റൺ മസാക്കർ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ സംഭവം ടൗൺഷെൻഡ് നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച ജനക്കൂട്ടത്തിനു നേരെ പരിഭ്രാന്തരായ ബ്രിട്ടീഷ് സൈന്യം വെടിയുതിർത്ത സംഭവമാണിത്. രേഖകൾ നോക്കുമ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയൊരു കാര്യമുണ്ട്. ഈ ബോസ്റ്റൺ കൂട്ടക്കൊല എന്ന് കേൾക്കുമ്പോൾ നൂറുകണക്കിന് ആളുകൾ മരിച്ച വലിയൊരു യുദ്ധമോ കൂട്ടക്കുരുതിയോ ആണ് നമ്മുടെ മനസ്സിൽ വരിക. സ്വാഭാവികമായും അങ്ങനെ തോന്നും. എന്നാൽ രേഖകൾ പറയുന്നത് അതിൽ മരിച്ചത് വെറും 5 പേർ മാത്രമാണെന്നാണ്. 5 പേരുടെ മരണം ദാരുണമാണെങ്കിലും സാമുവൽ ആഡംസ് പോലെയുള്ളവർ ഈ സംഭവത്തെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു മികച്ച പ്രൊപ്പഗാൻഡയാക്കി മാറ്റി. വെറുമൊരു തെരുവ് സംഘർഷത്തെ ബ്രിട്ടീഷ് സൈന്യം നിഷ്കളങ്കരായ അമേരിക്കക്കാരെ ക്രൂരമായി കൊന്നൊടുക്കുന്ന ഒരു വലിയ കൂട്ടക്കൊലയായി അവർ ചിത്രീകരിച്ചു. വാക്കുകൾക്കും വാർത്തകൾക്കും എത്രത്തോളം ശക്തിയുണ്ടെന്ന് ഇത് നമ്മെ കാണിക്കുന്നു. തീർച്ചയായും വാർത്തകൾ പെട്ടെന്ന് ജനങ്ങളിലെത്തിക്കാനും ഈ പ്രചാരണം ശക്തമാക്കാനും അവർ 1772 കമ്മിറ്റി ഓഫ് കറസ്പോണ്ടൻസ് രൂപീകരിച്ചു. ഓരോ കോളനിയിലും നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ കുതിരപ്പുറത്തു പോകുന്ന സന്ദേശവാഹകരുണ്ടായിരുന്നു. അന്നത്തെ വാട്സാപ്പ് എന്ന് പറയാം. അതെ. ബോസ്റ്റണിലെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആഴ്ചകൾക്കുള്ളിൽ വിർജീനിയയിലും മറ്റ് കോളനികളിലും ജനങ്ങളത് അറിയുകയും പ്രതികരിക്കുകയും ചെയ്തു തുടങ്ങി. ബ്രിട്ടീഷ് കപ്പൽ കത്തിച്ച സംഭവം ഇതിലൂടെയാണോ അറിഞ്ഞത്? അതെ. ഗ്യാസ്പി എന്ന ബ്രിട്ടീഷ് കപ്പൽ അമേരിക്കക്കാർ കത്തിച്ചതും മാസച്യൂസെറ്റ്സ് ഗവർണറുടെ സ്വേച്ഛാധിപത്യ സ്വഭാവം വെളിപ്പെടുത്തുന്ന രഹസ്യ കത്തുകൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ചോർത്തിയതുമെല്ലാം ഈ ശൃംഖലയിലൂടെ പെട്ടെന്നെല്ലാവരും അറിഞ്ഞു. അതോടെ ഒരു കോളനിയുടെ പ്രശ്നം 13 കോളനികളുടെയും പ്രശ്നമായി മാറി. ആ തീ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 1773 ടീ ആക്ട് വരുന്നത്. ഇത് വെറുമൊരു നികുതി കൂട്ടാനുള്ള നിയമമായിരുന്നില്ല, മറിച്ച് സാമ്പത്തികമായി തകർന്നുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ രക്ഷിക്കാനുള്ള ഒന്നായിരുന്നു. അമേരിക്കയിൽ ചായ വിൽക്കാനുള്ള പൂർണ്ണ കുത്തക അവർക്ക് നൽകി. അതായത് അമേരിക്കയിലെ പ്രാദേശിക വ്യാപാരികൾക്ക് ഇനി ചായ വിൽക്കാൻ പറ്റില്ല. അതെ, പ്രാദേശിക വ്യാപാരികളെ പൂർണ്ണമായും ഒഴിവാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നേരിട്ട് അമേരിക്കയിൽ ചായ വിൽക്കാം. ഇത് അമേരിക്കക്കാർക്കൊട്ടും സഹിക്കാവുന്ന ഒന്നായിരുന്നില്ല. സ്വന്തം നാട്ടിലെ കച്ചവടക്കാരെ പട്ടിണിക്കിട്ട് പുറത്തുനിന്നൊരു കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ അനുവദിക്കുക. അങ്ങനെയാണ് ബോസ്റ്റൺ തുറമുഖത്ത് ആ ചരിത്ര സംഭവം നടക്കുന്നത്, ബോസ്റ്റൺ ടീ പാർട്ടി. ആ ഗവർണറുടെ മുന്നറിയിപ്പുകളൊന്നും വകവയ്ക്കാതെ തദ്ദേശീയരായ റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ച് 150ഓളം വരുന്ന ആളുകൾ കപ്പലുകളിൽ കയറി ചൈനയിൽ നിന്ന് വന്ന ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന 342 ചായപ്പെട്ടികൾ അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. സാമുവൽ ആഡംസ് ആയിരുന്നു ഇതിന്റെയും സൂത്രധാരൻ. ഇതിന് ബ്രിട്ടൻ വലിയ തിരിച്ചടി നൽകിയല്ലോ. അതെ. ഇതിനു മറുപടിയായി ബോസ്റ്റൺ തുറമുഖം പൂർണ്ണമായും അടച്ചുപൂട്ടിക്കൊണ്ടും സ്വയംഭരണാവകാശം എടുത്തുകടഞ്ഞുകൊണ്ടും ബ്രിട്ടൻ ഇൻടോളറബിൾ ആക്ടുകൾ എന്ന് വിളിക്കുന്ന ശിക്ഷാ നിയമങ്ങൾ കൊണ്ടുവന്നു. ഇതാണ് അമേരിക്കയെ യുദ്ധത്തിലേക്കുള്ള അവസാനത്തെ ചുവടുവയ്പ്പിലേക്ക് നയിച്ചത്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് നികുതികളെക്കുറിച്ചും വ്യാപാര നിയമങ്ങളെക്കുറിച്ചും തുറമുഖത്ത് നടന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചുമാണ്. പക്ഷേ
കേവലം നികുതി കുറക്കാനുള്ളൊരു ലഹള എന്നതിലുപരി ഇതിനെ യഥാർത്ഥത്തിലൊരു വിപ്ലവമാക്കി മാറ്റിയത് അക്കാലത്തെ ബുദ്ധിജീവികളുടെ ആശയങ്ങളാണ്. ശരിയാണ്. ജോൺ ലോക്ക്, തോമസ് പെയിൻ, തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തുടങ്ങിയവരുടെ ആശയങ്ങൾ. ഈ ജോൺ ലോക്കിനെ പോലുള്ള ചിന്തകരുടെ സിദ്ധാന്തങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവമാണ് രാജാവിന് അധികാരം നൽകിയത് എന്ന പഴയ വിശ്വാസത്തെ അദ്ദേഹം പൊളിച്ചെഴുതി. ഭരണകൂടം എന്നത് ജനങ്ങളും ഭരണാധികാരിയും തമ്മിലുള്ള ഒരു സാമൂഹിക കരാർ അഥവാ സോഷ്യൽ കോൺട്രാക്റ്റ് ആണെന്ന് അദ്ദേഹം വാദിച്ചു. ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത് എന്നിവ മനുഷ്യന്റെ സ്വാഭാവിക അവകാശങ്ങളാണ്. സർക്കാരുകൾ ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ആ സർക്കാരിനെ മാറ്റാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. വളരെ വിപ്ലവകരമായ ചിന്തയായിരുന്നത്. ഈ സാമൂഹിക കരാർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന ഇന്നത്തെ ഒരു മൊബൈൽ സബ്സ്ക്രിപ്ഷൻ പോലെയോ ഇന്റർനെറ്റ് കണക്ഷൻ പോലെയോ ആണ് എനിക്ക് തോന്നിയത്. അതെങ്ങനെയാ? നമ്മള് കാശ് കൊടുത്ത് ഒരു പ്ലാൻ എടുക്കുന്നു. അവർ നമുക്ക് കൃത്യമായി കോൾ ചെയ്യാനും നെറ്റ് ഉപയോഗിക്കാനുമുള്ള സൗകര്യം തരുന്നു. അവർ ആ സേവനം തന്നില്ലെങ്കിൽ നമ്മൾ ആ കണക്ഷൻ വിട്ട് വേറെ കമ്പനിയിലേക്ക് മാറും. അതുപോലെ ഞങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാമെന്ന കരാറിലാണ് ഞങ്ങൾ നികുതി തരുന്നത്. നിങ്ങളത് പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഭരണത്തിൽ നിന്നും മാറ്റും. വളരെ ലളിതമായ എന്നാൽ കൃത്യമായ ഒരു ഉപമയാണത്. തോമസ് പെയിൻ എഴുതിയ കോമൺ സെൻസ്, അതുപോലെ ഈ രേഖകളിൽ പറഞ്ഞിരിക്കുന്ന കോമൺ കോസ് പോലുള്ള അച്ചടിച്ച ലഘുലേഖകൾ സാധാരണക്കാരെ ചിന്തിപ്പിച്ചത് ഈ രീതിയിലാണ്. ഈ അച്ചടിച്ച ലഘുലേഖകൾക്കും പത്രങ്ങൾക്കും അക്കാലത്ത് ഭയങ്കര സ്വാധീനമുണ്ടായിരുന്നു അല്ലേ? പിന്നല്ല, ശാസ്ത്രീയ ചിന്തകളെയും സഹിഷ്ണുതയെയും പ്രോത്സാഹിപ്പിച്ച ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നു പ്രഖ്യാപിച്ച തോമസ് ജെഫേഴ്സണുമെല്ലാം ജനങ്ങളുടെ കാഴ്ചപ്പാട് അപ്പാടെ മാറ്റിമറിച്ചു. ഈ ആശയങ്ങളാണ് ചിതറിക്കിടന്ന 13 കോളനികളെ ഒരൊറ്റ ലക്ഷ്യത്തിലേക്കൊന്നിപ്പിച്ചത്. ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. ഈ ചിന്തകരാണോ യഥാർത്ഥത്തിൽ വിപ്ലവമുണ്ടാക്കിയത്? അതോ അമേരിക്കക്കാരുടെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യബോധത്തിന് ഇവർ കൃത്യമായ വാക്കുകൾ നൽകുക മാത്രമായിരുന്നോ ചെയ്തത്? ഇപ്പോ ജോൺ ആഡംസ് പോലെയുള്ളവർ അങ്ങനെയൊന്ന് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. വളരെ നല്ലൊരു ചോദ്യമാണിത്. ജോൺ ആഡംസിന്റെ നിരീക്ഷണം വളരെ കൃത്യമാണ്. വിപ്ലവം യഥാർത്ഥത്തിൽ യുദ്ധക്കളത്തിൽ തുടങ്ങുന്നതിന് ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ജനങ്ങളുടെ മനസ്സിൽ തുടങ്ങിയിരുന്നു. ജനങ്ങൾക്ക് സ്വതന്ത്രരാകണം എന്നാഗ്രഹമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തോടെ അമർഷമുണ്ടായിരുന്നു. ആ അമർഷത്തിനും ആഗ്രഹത്തിനും ഒരു രാഷ്ട്രീയവും ദാർശനികവുമായ അടിത്തറ നൽകുക മാത്രമാണ് ഈ ബുദ്ധിജീവികൾ ചെയ്തത്. തോക്കുകൾക്കും വാളുകൾക്കും ചെയ്യാൻ കഴിയാത്ര വലിയ കാര്യം ഈ ചിന്തകൾ ചെയ്തു. എന്തിനു വേണ്ടിയാണ് തങ്ങൾ പൊരുതുന്നത് എന്ന് സാധാരണക്കാരെ ബോധ്യപ്പെടുത്താൻ ഈ ആശയങ്ങൾക്ക് കഴിഞ്ഞു. ശരിയാണ്. അപ്പോ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, കേവലം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ബ്രിട്ടൻ നടത്തിയ ചൂഷണങ്ങൾ, വാണിജ്യവാദമെന്ന പേരിലെ പകൽക്കൊള്ള, സ്വന്തം ജനതയുടെ പ്രതിനിധികളില്ലാത്ത ഒരു സഭ, തീരുമാനങ്ങൾ എടുക്കുന്നതിലെ അനീതി, ഇതെല്ലാം കൂടി ഒരുപാട് വൈരുദ്ധ്യങ്ങളുള്ള 13 വ്യത്യസ്ത കോളനികളെ ഒന്നിപ്പിച്ചു. അതെ. ആ ഒത്തുചേരൽ ഒടുവിൽ അമേരിക്ക എന്ന ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ജനനത്തിന് കാരണമായി. യൂറോപ്പിലെ പഴയ സാമ്രാജ്യത്വ ആശയങ്ങൾക്കുമേൽ ആധുനിക ജനാധിപത്യത്തിന്റെയും ജനകീയ പരമാധികാരത്തിന്റെയും വലിയൊരു വിജയം. ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു സംഭവമാണിത്. കോളനിവൽക്കരണത്തിനെതിരായ ആദ്യത്തെ വലിയ വിജയം. തങ്ങളുടെ അവകാശങ്ങൾക്കായി ഒരുമിച്ച് നിന്നാൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെപ്പോലും തോൽപ്പിക്കാനാകും എന്നവർ തെളിയിച്ചു. ഇത് പിന്നീട് ഫ്രഞ്ച് വിപ്ലവം ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സമാനമായ പോരാട്ടങ്ങൾക്ക് പ്രചോദനമായി മാറി. ബാക്കിയുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതിയ തോമസ് ജെഫേഴ്സൺ ലോകത്തെ മുഴുവൻ കോൾമയർ കൊള്ളിച്ചുകൊണ്ട് അതിൽ വളരെ മനോഹരമായി കുറിച്ചു, എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന്. പക്ഷേ അദ്ദേഹം ഈ വരികൾ എഴുതുന്ന അതേ സമയത്തു തന്നെയാണ് ആഫ്രിക്കയിൽ നിന്ന് ചങ്ങലകളിട്ട് കൊണ്ടുവന്ന അടിമകളെ ഉപയോഗിച്ച് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം നിലനിന്നിരുന്നത്. മനുഷ്യന്റെ സ്വാഭാവിക അവകാശങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവർ വാചാലരായപ്പോൾ അത് വെളുത്ത വർഗക്കാർക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നായിരുന്നു. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതെ. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഈ ഉജ്ജ്വലമായ പോരാട്ടത്തിനിടയിൽ സ്വാതന്ത്ര്യമെന്നത് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതായിരുന്നോ?
നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് അവർ സ്വാതന്ത്ര്യമെന്ന വളരെ രുചികരമായ ഭക്ഷണം പാകം ചെയ്തു. പക്ഷേ ആ ഭക്ഷണം കഴിക്കാൻ അവിടെയുള്ള എല്ലാവർക്കും അവകാശമുണ്ടായിരുന്നില്ല എന്നതാണ് ചരിത്രത്തിലെ വലിയൊരു വിരോധാഭാസം. വളരെ ശരിയാണ്. ആ ചിന്തയിൽ നമുക്കിത് അവസാനിപ്പിക്കാം. അതെ, ഈ ഒരു ചോദ്യം നിങ്ങളുടെ സ്വന്തം അന്വേഷണങ്ങൾക്കും ചിന്തകൾക്കുമായി വിട്ടുതരികയാണ്. ഒപ്പം ചേർന്ന് ഈ വിവരങ്ങൾ പങ്കിട്ടതിന് നന്ദി. വീണ്ടും കാണാം.